ഭക്തിയുടെ തേരോട്ടത്തിൽ ചെട്ടികുളങ്ങര കുംഭഭരണി കൈക്കരുത്തിന്റെയും ആചാരത്തികവിന്റെയും അടയാളമായ കുംഭഭരണിയെ ആവേശത്തോടെയാണ് ഭക്തർ വരവേറ്റത്. 100 അടി വരെ ഉയരമുള്ള കുതിരകൾ, തേരുകൾ, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നിങ്ങനെ 13 കരകളിലെ കെട്ടുകാഴ്ചകളാണ് കാഴ്ചക്കണ്ടത്തിൽ ദൃശ്യവിരുന്നൊരുക്കിയത്. കരക്കൂട്ടായ്മയുടെ കരുത്തിൽ കെട്ടിയുയർത്തിയ കെട്ടുകാഴ്ചകളും ആചാരത്തികവിന്റെ അടയാളമായ കുത്തിയോട്ട സമർപ്പണവും ചെട്ടികുളങ്ങര കുംഭഭരണി ഉത്സവം അവിസ്മരണീയമാക്കി. കുംഭത്തിലെ ഭരണി നാളായിരുന്ന ചൊവ്വാഴ്ച രാവിലെ കുത്തിയോട്ടപ്പാട്ടിന്റെ താളമേളങ്ങളാണ് ക്ഷേത്രവും പരിസരവും ഭക്തിസാന്ദ്രമാക്കിയത്. വൈകുന്നേരം കെട്ടുകാഴ്ചകളുടെ ഊഴമായിരുന്നു. 4:30 കഴിഞ്ഞതോടെ കരകളിൽ നിന്നും കെട്ടുകാഴ്ചകളുടെ വരവ് തുടങ്ങി. വിളവെടുപ്പിന് ശേഷം ഉഴുതിട്ട പാടങ്ങളിലൂടെ തേരിന്റെയും കുതിരയുടെയും ചക്രങ്ങൾ കരക്കാരുടെ കൈക്കരുത്തിന്റെ ബലത്തിൽ ഓടിയെത്തി. കുത്തിയോട്ട സമർപ്പണവും കെട്ടുകാഴ്ചകളും ചേർന്ന് ഭരണിനാളിൽ ചെട്ടികുളങ്ങരയ്ക്ക് ഭക്തിയുടെ തേരോട്ടമാണ് സമ്മാനിച്ചത്. വൈകുന്നേരം 6-ന് ക്ഷേത്രത്തിലെ ആദ്യകരയായ ഈഴേഴത്തെക്കിന്റെ കുതിര കിഴക്കേ നടയിലൂടെ ക്ഷേത്രനട കടന്നെത്തി. ആവേശത്തോടെ കാത്തിരുന്ന ഭക്തർ ആരവങ്ങളോടെയാണ് വരവേറ്റത്. അഞ്ചാമത്തെ കരയായ കണ്ണമംഗലത്തേക്ക് ഹൈന്ദവകരോഗം അണിയിച്ചൊരുക്കിയ നയനമനോഹരമായ തേരാണ് ദേവീ ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. 7:30-ഓടെ ഈഴേഴ വടക്കിന്റെ കുതിരയുമെത്തി. അപ്പോഴേക്കും മറ്റു കരകളിലെ കെട്ടുകാഴ്ചകളെല്ലാം ക്ഷേത്ര പരിസരത്ത് കാത്തിരിക്കുകയായിരുന്നു. കരക്രമത്തിലെ ദർശനത്തിനായി മേനാമ്പള്ളിക്കരയിലെ തേരിനു പിന്നാലെ നടക്കാവിന്റെ കുതിരയും വന്നതോടെ 13 കരകളിലെ കെട്ടുകാഴ്ചകളായി. ദേവി ദർശനത്തിനു ശേഷം കിഴക്ക് ഭാഗത്തെ കാഴ്ചക്കണ്ടത്തിലാണ് കെട്ടുകാഴ്ചകൾ അണിനിരുന്നത്. പുലർച്ചെയോടെ കെട്ടുകാഴ്ചകൾക്ക് മുമ്പിൽ ദേവി എഴുന്നള്ളി. ന്യൂസ് ബ്യൂറോ, കായംകുളം.